അവൻ ബിസിനസിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വാസുദേവൻ വക്കീലിനെ വിളിക്കാനൊരുങ്ങി. അപ്പോഴാണ് അബിയുടെ മുറിയുടെ വാതിലിൽ ആരോ മുട്ടിയത്. അവൻ ഫോൺ മാറ്റിവെച്ച് അവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. ഡോർ തുറന്നപ്പോൾ പല്ലവിയായിരുന്നു അത്. അവൾ വല്ലാതെ നിരാശയിലാണ്. അവളുടെയും അബിയുടെയും ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് അവളുടെ മനസ്സിൽ. അതുകൊണ്ട് അവനോട് സംസാരിച്ചിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടാക്കി ആ മുറിയിലേക്ക് വന്നതാണ് പല്ലവി. അബി ചോദ്യഭാവത്തിൽ അവളോട് ചോദിച്ചു, എന്താ പല്ലവി നീ ഇവിടെ? എന്തേലും ഉണ്ടായോ? എനിക്ക് ഈ മുറിയിലേക്ക് വരാൻ എന്തേലും കാരണം വേണോ? പല്ലവി വളരെ കാഷ്വലായി പറഞ്ഞു. അത് കേട്ട് അബി പെട്ടെന്നൊന്ന് ഞെട്ടി. എന്നിട്ട് പരിഭ്രമത്തോടെ വേഗം പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം. അബി അത് പറഞ്ഞപ്പോൾ പല്ലവി വേഗം പോയി അവന്റെ കട്ടിലിരുന്നു. അവൾ അവിടെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പല്ലവി മെല്ലെ അവന്റെ മുറിയിലൂടെ കണ്ണോടിച്ചു. അവിടെ അബിയുടെ ഷർട്ടുകളും ടവലുകളും ബുക്കുകളും എല്ലാം ചിതറിക്കിടക്കുന്നുണ്ട്. അബി പെട്ടെന്ന് അതെല്ലാം ഒതുക്കി വെക്കാൻ തുടങ്ങി. അവൻ വല്ലാതെ നെർവസ് ആവുന്നുണ്ട് എന്ന് കണ്ട പല്ലവി മനസ്സിൽ പറഞ്ഞു, ഞാനിവിടെ വന്നതിനാണോ ഇവനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? വല്ലാത്ത അവസ്ഥ. ഗീതാഞ്ജലി എന്നോട് പറഞ്ഞത് ഇവൻ എന്നോട് ഒട്ടും താല്പര്യമില്ലാന്നല്ലേ? ചിലപ്പോ അവള് പറഞ്ഞത് ശരിയായിരിക്കും. കാരണം ഞാൻ ഈ സമയത്ത് മുറിയിലേക്ക് വന്നിട്ടും അവന്റെ ശ്രദ്ധ മുറിയിലുള്ള മറ്റ് സാധനങ്ങളിലാണല്ലോ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ മുന്നോട്ടു പോവും? ഈ അബി എന്നൊന്ന് നോക്കുന്നു പോലും ഇല്ലല്ലോ. ഇനി ഞാൻ എന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണോ? പല്ലവി ഇങ്ങനെയെല്ലാം ആലോചിച്ച് വല്ലാതെ വിഷമിച്ചു. മറുവശത്ത് അബിയും വളരെ അസ്വസ്ഥനായിരുന്നു. അവൻ തന്റെ ഷർട്ടുകൾ മടക്കി അലമാരിയിൽ വെച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, പല്ലവിക്കിന്ന് എന്താ പറ്റിയത്? രണ്ടുപേരും അവരുടേതായ ചിന്തകളിലായിരുന്നു. സമയം 10-15 മിനിറ്റ് കടന്നുപോയി. പക്ഷെ ആ മുറിയിൽ അപ്പോഴും നിശബ്ദത തളം കെട്ടി നിന്നു. അബിയും പല്ലവിയും വല്ലാതെ നെർവസ് ആയിരുന്നു. അബി കട്ടിലിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ പല്ലവി മെല്ലെ അബിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അബി, മഹേശ്വർ തന്ന ക്യാഷ് എന്ത് ചെയ്യണം? 25 ലക്ഷം രൂപ ഉള്ളതല്ലേ? അബി കുറച്ചുനേരം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, പല്ലവി, നിനക്ക് വേണമെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. നിന്റെ തീരുമാനം എന്തായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അബിയുടെ വാക്കുകൾ കേട്ടപ്പോൾ പല്ലവിക്ക് ഇന്നു മുഴുവൻ അബി ഗീതാഞ്ജലിയുടെ ഫ്രണ്ട്സിന്റെ കളിയാക്കൽ സഹിച്ചത് ഓർമ്മ വന്നു. എല്ലാവരും അബിയെ കളിയാക്കി. എന്നിട്ടും തനിക്ക് വേണ്ടി മാത്രം അവനെല്ലാം മിണ്ടാതെ കേട്ടിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ നാൾ മുതൽ തന്നെ അബി ഒരു ഡെഡിക്കേറ്റഡ് ഹസ്ബൻഡ് ആയിരുന്നെന്ന് പല്ലവി ഓർത്തു. എന്നാൽ താനത് മനസ്സിലാക്കാൻ 3 വർഷം എടുത്തു. പല്ലവിക്ക് അതിൽ കുറ്റബോധം തോന്നി. എന്നാൽ ഇനി മുതൽ അബിയെപ്പോലെ താൻ ഒരു പെർഫെക്റ്റ് വൈഫ് ആവുമെന്ന് പല്ലവി മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിലൊരു ആശയം വന്നു. അബി, ആ 25 ലക്ഷം രൂപ എന്ത് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ പറയുന്ന കാര്യം കേട്ടുകഴിഞ്ഞാൽ നീ വേണ്ടെന്ന് പറയരുത്. പല്ലവി എന്താണിങ്ങനെ നിർബന്ധം പിടിക്കുന്നത് എന്ന് അബിക്ക് മനസ്സിലായില്ല. അവൻ പറഞ്ഞു, നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അബിയുടെ ഉറപ്പ് കിട്ടിയതും പല്ലവി തന്റെ തീരുമാനം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പണം കൊണ്ട് ഞാൻ നിനക്കൊരു കാറ് വാങ്ങിത്തരാൻ പോവുകയാണ്. ഓഡി അല്ലെങ്കിൽ BMW. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത്. പല്ലവിയിൽ നിന്ന് അത് കേട്ടപ്പോൾ അബി ഞെട്ടിപ്പോയി. അവൾ ഇങ്ങനൊരു കാര്യം പറയുമെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അറിയാതെ ചോദിച്ചു, എന്ത്? അബിയുടെ ആ അത്ഭുതം സ്വാഭാവികമായിരുന്നു. അബിക്ക് വേണമെങ്കിൽ ഒരു ഷോറൂം മുഴുവൻ വാങ്ങാൻ സാധിക്കുമായിരുന്നു. എന്നിട്ടും ഇന്നേ വരെ സ്വന്തമായി ഒരു കാറ് വാങ്ങണം എന്ന കാര്യം അബി ആലോചിച്ചിട്ടില്ല. അതുപോലെ നാളിതുവരെ തനിക്കൊരു ഗിഫ്റ്റ് പോലും നൽകിയിട്ടില്ലാത്ത പല്ലവി ഇപ്പൊ പെട്ടെന്നൊരു കാറ് വാങ്ങിത്തരാൻ ആഗ്രഹിക്കുന്നു. അബിയുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാക്കിയ പല്ലവി അവനോട് പറഞ്ഞു, അബി നോക്ക്, നമ്മളത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എന്ത് തീരുമാനമെടുത്താലും അതിന്റെ കൂടെ നിൽക്കും എന്ന് നീ പറഞ്ഞിരുന്നല്ലേ? ഇത്തവണ പല്ലവി അത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അവൾ അബിക്ക് വേണ്ടി ഒരു കാറ് വാങ്ങും. എന്നാൽ അബി അവളോട് പറഞ്ഞു, പല്ലവി, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? കാറൊക്കെ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് വേണ്ടി നീ ഇത്രയും പണം ചെലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം അവനെ പറഞ്ഞു മുഴിപ്പിക്കാൻ സമ്മതിപ്പിക്കാതെ പല്ലവി അവനെ തടഞ്ഞു. എന്നിട്ട് അവന്റെ കൈ പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതിനുള്ള അവകാശം പോലും എനിക്കില്ലേ? അബി പിന്നെ എന്തു പറയാൻ? അവൻ വളരെ നിസ്സഹായനായി പറഞ്ഞു, അങ്ങനെയല്ല. അപ്പൊ പല്ലവി വേഗം പറഞ്ഞു, എങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ പോയി നല്ലൊരു കാറ് വാങ്ങാം. അതും പറഞ്ഞ് പല്ലവി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ പോയതിനു ശേഷം അബി കട്ടിലേക്ക് കിടന്നു. തന്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് വരുന്നതായി അവന് തോന്നി. അവൻ സ്വയം പറഞ്ഞു, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനൊരു സന്തോഷം കിട്ടുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുടുംബ ബിസിനസ് മുഴുവനായി എന്റെ കയ്യിൽ വന്നു. വളരെ മനോഹരമായൊരു വീട് എനിക്ക് വേണ്ടി തയ്യാറായി. അതുപോലെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു സ്പോർട്സ് കാറും
എനിക്കിപ്പോൾ ഉണ്ട്. ഒരുപാട് പണം, എന്ത് വേണമെങ്കിലും സ്വന്തമായി വാങ്ങാം. പക്ഷെ എന്നിട്ടും ഇന്ന് എനിക്ക് വേണ്ടി ഒരു കാറ് വാങ്ങാമെന്ന് പല്ലവി പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നുന്നു. പണ്ട് അമ്മ എനിക്ക് വേണ്ടി ബലൂണുകൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ എനിക്ക് തോന്നിയിരുന്ന ആ പ്രത്യേക സന്തോഷം എനിക്കിപ്പോൾ വീണ്ടും കിട്ടുന്നു. എന്റെ കൂടെ ബൈക്കിൽ വരാൻ അവൾക്ക് നാണമുണ്ടായിട്ടല്ല, പക്ഷെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവളിപ്പോ ഈ കാർ വാങ്ങുന്നത്. ഇന്ന് അബിയുടെ മനസ്സിൽ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ വികാരം ജനിച്ചു. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചു കിടന്ന് അവൻ എപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ അബിയും പല്ലവിയും അവർ തീരുമാനിച്ചതുപോലെ തന്നെ ഓഡി ഷോറൂമിലേക്ക് കാറ് വാങ്ങുവാൻ വേണ്ടി പോയി. പല്ലവി ഒരുപാട് കാറുകൾ നോക്കി, പക്ഷെ ഒന്നും അബിക്ക് യോജിച്ചതായി അവൾക്ക് തോന്നിയില്ല. അവൾ സെയിൽസ്മാനോട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന്റെ പേഴ്സണാലിറ്റിക്ക് മാച്ചായ ഒരു കാറ് എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാമോ? ജെന്റിൽ ബട്ട് പവർഫുൾ. പുറമെ നിന്ന് നോക്കിയാൽ വളരെ ലക്ഷൂറിയസ് ആയി തോന്നണം, പക്ഷെ അകത്ത് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പല്ലവിയുടെ വാക്കുകൾ കേട്ട് അയാൾ അന്തം വിട്ടു നിന്നു. പക്ഷേ അവൾക്ക് മുഷിപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി അയാൾ മനസ്സിലായി എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അവന്റെ ഒരു കൊളീഗിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, ഈ മാഡത്തിന്റെ ഭർത്താവിനെ കണ്ടാൽ ഒരു ആവറേജ് ലുക്കാണെന്ന് തോന്നുക. അയാളെ നോക്ക്. ഒന്നും മിണ്ടാതെ ആ മാഡത്തിന്റെ പിന്നിൽ നിൽക്കുന്നത് കണ്ടില്ലേ? ആ മാഡം അയാൾ നന്നായി കെയർ ചെയ്ത് കൊണ്ടു നടക്കുകയാണ്. അയാൾ ശരിക്കും ഇതിനൊന്നും ഡിസേർവ്ഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അയാളെക്കാൾ സുന്ദരനാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന അയാളുടെ കൊളീഗ് ഒരു ഗേൾ ആയിരുന്നു. അവൾ അയാളോട് പറഞ്ഞു, നിനക്കെന്താ കണ്ണ് കാണില്ലേ? ആ സാറ് വെറും ഹാൻസം അല്ല, ഒരു മോഡലിനെ പോലെ ഉണ്ട് കാണാൻ. ഇനി എന്തായാലും എന്താ, അതാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം. നിനക്കെന്താ അവരെ കണ്ടിട്ട് അസൂയാണോ? ഇങ്ങനെ തന്നെയാണ് എല്ലാ പ്രണയവും. ഞാൻ വേണമെങ്കിൽ നിനക്കത് തെളിയിച്ചുതരാം. ആ പെൺകുട്ടി തന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അബിയെയും പല്ലവിയെയും ചില കാറുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർ ന്യൂ ലിമിറ്റഡ് എഡിഷൻ കാറുകളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവസാനം പല്ലവിക്ക് ഒരു കാറ് കണ്ടപ്പോൾ സാറ്റിസ്ഫാക്ഷൻ തോന്നി. അവൾ ആഗ്രഹിച്ചതുപോലെ ആ ബ്ലാക്ക് ഓഡി കാറിന് അബിയെപ്പോലെ തന്നെ ഒരു എലഗന്റ് ലുക്ക് ഉണ്ടായിരുന്നു. പല്ലവി അബിയോട് കാറിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചെങ്കിലും അവൻ എന്നും അവളുടെ തീരുമാനത്തോടൊപ്പമായിരുന്നു. ശേഷം അവൾ ആ സെയിൽസ് ഗേളിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കാർ ഓക്കെയാണ്, ഇന്ന് തന്നെ ഞങ്ങൾക്കിത് കിട്ടുമോ? ആ സെയിൽസ് ഗേളിന് അത് കേട്ടതും വളരെ സന്തോഷം തോന്നി. അവൾ അബിയോടും പല്ലവിയോടും പറഞ്ഞു, എന്തിനു പിന്നെയാക്കുന്നു? നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ കാറ് കൊണ്ടുപോവാം. നമുക്കിതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാം. വരൂ, അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ കാറ് ഇവിടുന്ന് കൊണ്ടുപോവാം. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അബിയും പല്ലവിയും അവരുടെ പുതിയ കാറിലേക്ക് കയറി. ആ കാറിലിരുന്നപ്പോൾ അബിക്ക് ഇതുവരെ ഇല്ലാത്തൊരു വിചിത്രമായ ഫീലിംഗ് അനുഭവപ്പെട്ടു. കാരണം ഇത് പല്ലവിയിൽ നിന്ന് അവന് കിട്ടുന്ന ആദ്യത്തെ ഗിഫ്റ്റായിരുന്നു. പല്ലവി അപ്പോൾ അബിയോട് പറഞ്ഞു, ഞാൻ ഗീതയ്ക്ക് നമ്മുടെ പുതിയ കാറിന്റെ ഫോട്ടോ അയച്ചു. അപ്പൊ അവളെന്നോട് പറയാണ്, കൺഗ്രാറ്റ്സ് ഫോർ യുവർ ന്യൂ ബേബി എന്ന്. അത് കേട്ടതും അബിയും ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പല്ലവി അബിയോടൊരു ചോദ്യം ചോദിച്ചു, അബി, നിനക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇഷ്ടം? ഇത് കേട്ട അബി പല്ലവി ഒന്ന് നോക്കി. എന്നിട്ട് ചെറു ചിരിയോടെ പറഞ്ഞു, കുഞ്ഞ് നിന്റേതാണെങ്കിൽ പിന്നെ ആണായാലും പെണ്ണായാലും എനിക്ക് പ്രശ്നമില്ല, എനിക്കിഷ്ടാവും. അബിയുടെ മറുപടി കേട്ടപ്പോൾ പല്ലവിക്ക് തന്റെ അടിവയറ്റിൽ നിന്നും പൂമ്പാറ്റകൾ പാറിപ്പറക്കുന്നത് പോലെ തോന്നി. അപ്പോൾ അവൾ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ നമുക്ക്... പല്ലവി എന്താവും പറയാൻ വന്നത്? അതിന് അബി എന്ത് മറുപടിയാവും കൊടുക്കുക?